ഹബീബി. ഈ പൈസ ഒക്കെ കൂടെ പിടിച്ചിട്ട് നമ്മൾ ഒറ്റ മൈൻഡിൽ പട്ടായ പോവാണ് ഗൈസ്. റമദാൻ മാസത്തിൽ പട്ടായ എന്നൊക്കെ പറഞ്ഞാൽ പടച്ചം പിടിച്ച് വെട്ടും. അപ്പൊ അതിന് നിൽക്കണ്ട, പൈസ ഒക്കെ എടുത്ത് പോക്കറ്റിലിട്ടിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്ത് പോയത് നമ്മുടെ ഈ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം സജ്ജന സജി അവർകൾ അവളുടെ കഴുത്തിലെടുക്കണ്ടായിരുന്നു ഒരു ചെയിൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇന്നെടുത്ത് കൊടുക്കാൻ നാളെ എടുത്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ 8 മാസമായി. അൽഹംദുലില്ലാഹ് ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള അവസരം കിട്ടിയത്. ചെയിൻ എടുത്ത പോലും എന്റെ മുഖത്തുണ്ടെങ്കിൽ ഇത് അവൾക്ക് കൊടുക്കുമ്പോൾ അവളുടെ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻ കാണാനായിരുന്നു എന്റെ ഊതി. അങ്ങനെ ഷോപ്പൊക്കെ അടിച്ച് നൈറ്റ് ഡ്രസ്സൊക്കെ മാറി ചളിങ്ങാട് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ ചെരുപ്പ് മുതൽ ഒരുത്തം കയറിയിരിക്കണം. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. നമ്മുടെ വൈഫോസ് നമ്മുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ 1.25 മണിക്കൂറിന്റെ യാത്ര ഉണ്ട്. പണ്ട് പ്രേമിക്കുന്ന സമയത്ത് എനിക്കിതൊന്നും ഒരു വിഷയമില്ലായിരുന്നു. ഞാൻ ഒരു ദിവസം 3 തവണക്ക് പോയിട്ടുള്ള ടൈമുണ്ട്. പക്ഷെ ഇപ്പൊ 1 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ഒരു 10 മണിക്കൂറിന്റെ പവറാണ്. എന്തിപ്പോ അങ്ങനെയല്ലേ? അങ്ങനെ നമ്മൾ ചെളിങ്ങാടെത്തി കുറച്ച് ഫ്രൂട്ട്സും ഒരു ചോക്ലേറ്റും വാങ്ങിയിട്ടുണ്ടായി. ഈ കാണുന്ന സ്വപ്നസുന്ദരമായ കൊച്ചു ഭവനമാണ് നമ്മുടെ സജ്ജന സജീറ. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഉള്ളിൽ കയറിയിട്ട് സർപ്രൈസ് ആക്കാം ഗൈസ്. അങ്ങനെ ലെമിനേഷാന് ബേബിക്ക് 2 ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. 1.5 വർഷം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും എനിക്ക് പുയ്യാപ്ല സൽക്കാരാണ് ഗൈസ്. എന്തുണ്ടാക്കി തിന്നാലും അത് മുഴുവൻ തിന്ന് തീർക്കാനുള്ള വലിയ മനസ്സ് എനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാവും ചിലപ്പോൾ അവർ ഇങ്ങനെ സൽക്കരിക്കുന്നത്. എന്തായാലും നമ്മളെ പേര് ഇനി മാല കൈമാറൽ ചടങ്ങാണ്. ചിലപ്പോൾ അവളുടെ ഫേസിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം അവൾക്ക് പണ്ട് ഗോൾഡിനോട് വലിയ ക്രൈസ് ഒന്നുമില്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ ഈ റമദാൻ മാസത്തിൽ നമ്മുടെ ഒരു പലിശയുടെ പള്ളി വില ഒഴിവായി കിട്ടി. ഇതുപോലുള്ള പലിശ കടങ്ങൾ ഒഴിവാക്കാൻ പടച്ചോൻ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പൊ ശരി.